കർക്കിടക മാസം രാമായണ മാസത്തോടൊപ്പം ദേവീഭജനത്തിനുള്ള മാസവും കൂടിയാണ്. പണ്ട് കാലം മുതലേ അതങ്ങനെ തന്നെയാണ്. നമ്മളുടെ ഓരോ വീടുകളിലും മിക്ക വീടുകളിലും ഈ ചീബോതിക്ക് വയ്ക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ഈ ശ്രീ ഭഗവതിയാണോ ശ്രീ പാർവതിയാണോ ലോപിച്ചിങ്ങനെ വന്നതെന്നറിയില്ല. എന്തായാലും ഇങ്ങനെയാണ് നമ്മൾ പറയാറുള്ളത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. അത് നിലവിളക്ക് കൊളുത്തിയിട്ട് ചില അവരുടെ മുമ്പിൽ വെക്കുന്നതാണ്. അത് ചിലയിടത്ത് രാവിലെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, വൈകുന്നേരം നിലവിളക്ക് കൊളുത്തിയിട്ടും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. എങ്ങനെയായാലും ഇത് ചെയ്യുന്നത് നമ്മുടെ ആ വീട്ടിലെ ഗൃഹനാഥയാണ്. ഐശ്വര്യലക്ഷ്മിയായ ഗൃഹനാഥ കുളിയെല്ലാം കഴിഞ്ഞു വന്ന് നല്ല വൃത്തിയുള്ള നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് വന്ന് കുറിയൊക്കെ ഇട്ട് വന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം നിലവിളക്ക് കൊളുത്തുന്നു. അതിൻ്റെ മുൻപിൽ ഒരു തട്ടത്തിൽ ഒരു അലക്കിയ മുണ്ട് വയ്ക്കുന്നു. വാൽക്കണ്ണാടി നിശ്ചയമായിട്ടും വേണം. അതിൻ്റെ അടുത്ത് വാൽക്കണ്ണാടി വെച്ചു. പിന്നെ കുറച്ച് അരിയും നെല്ലും അതും വേണം. പിന്നെ വേറൊരു തട്ടത്തിൽ, ഈ തട്ടത്തിൽ പറ്റുമെങ്കിലാവാം, ഇല്ലെങ്കിൽ വേറൊരു തട്ടത്തിൽ നമ്മൾ ദശപുഷ്പം വയ്ക്കണം. അതോടൊപ്പം തന്നെ കൺമഷിയും കുങ്കുമവും അതേപോലെ തന്നെ ചന്ദനവും വയ്ക്കണം. ഇത്രയും മതി. പിന്നെ ഒരു കിണ്ടിക്കകത്ത് വെള്ളവും വയ്ക്കുക. ഇതേ ഉള്ളൂ ഇതിൻ്റെ ചടങ്ങ്. അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഇരുന്ന് നാമം ചെല്ലാൻ പറ്റുവാണെങ്കിൽ നാമം ചെല്ലുക. അല്ലെങ്കിൽ ഈ വയ്ക്കുന്ന ആൾ തന്നെയാണെങ്കിലും ശരി, കുറച്ച് ദേവീ സ്തുതികളൊക്കെ ചൊല്ലുക. അതുപോലെ തന്നെ രാമൻ്റെയോ കൃഷ്ണൻ്റെയൊക്കെ നമുക്ക് ചൊല്ലാം. ഇത് നമ്മൾ 30 ദിവസം ചെയ്യുന്നത് കുടുംബത്തിൽ ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും എല്ലാം ഉണ്ടാകാനായിട്ട് നമ്മളുടെ മഹാലക്ഷ്മിയെ വരവേൽക്കുന്നതിനായിട്ടാണെന്നാണ് സങ്കല്പം. ഈ 30 ദിവസം നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം നമുക്കറിയാലോ, അടുത്ത വർഷമായി പൊന്നും ചിങ്ങപ്പുലരി ആവുകയും ചെയ്തു. അപ്പം ഇതിങ്ങനെ അടുത്ത വർഷത്തെ ആ നന്മയിലേക്ക് നമ്മളെ നയിക്കാനായിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അത് തന്നെയല്ല, നമുക്കറിയാമല്ലോ, ഈ ചിങ്ങമാസമാകുമ്പോഴത്തേക്കും നമുക്ക് വിളകളൊക്കെ സമൃദ്ധമായില്ലേ. അതുപോലെ തന്നെ നിറപുത്തരി, നെല്ല് കൊയ്ത് അതങ്ങനെ, പിന്നെ ഫലങ്ങൾ, നമ്മുടെ പച്ചക്കറികൾ എല്ലാം, കുമ്പളങ്ങ മത്തങ്ങ എല്ലാം ഉണ്ടാകുന്നു. അങ്ങനെ ഒരു സമൃദ്ധമായ ഒരു ജീവിതം നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ.